പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ വൃശ്ചിക 1 തുടങ്ങിയാൽ പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനും പരിസരവും എല്ലാം ശരണം വിളി കൊണ്ട് നിറയും. അപ്പം നമുക്ക് ഇവിടുത്തെ സ്വാമിമാർ വരുന്നതും ഇവിടുന്ന് പോകുന്നതും ഒക്കെ നമുക്കൊന്ന് കാണാം. റെയിൽവേ ഇവർക്ക് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടു നോക്കാം. രാവിലെ 7 മണിയായപ്പം തന്നെ റെയിൽവേയും പരിസരങ്ങളും അയ്യപ്പന്മാരും നിറയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കടകളൊക്കെ ശബരിമല സീസണായി കഴിഞ്ഞാൽ 24 മണിക്കൂറുമാണ് പ്രവർത്തിക്കുന്നത്. ധാരാളം അയ്യപ്പ ഭക്തന്മാരാണ് ഓരോ ദിവസവും കോട്ടയത്ത് വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാനക്കാരാണ്. റെയിൽവേ അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് അയ്യപ്പന്മാർക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞിടയ്ക്കാണ് പുതിയ ഒരു പ്രവേശന കവാടം കൂടെ തുറക്കുകയുണ്ടായി. നമുക്ക് പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയും കൂടെയാണ് ഇത്. നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണിത് ഈ കവാടം ആരംഭിക്കുന്നത്. റെയിൽവേയുടെ അധികാരികളെ, അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ, അതുപോലെ നമ്മുടെ കോട്ടയത്തിൻ്റെ MP ഫ്രാൻസിസ് ജോർജ്, അതുപോലെ കോട്ടയത്തിൻ്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, കോട്ടയത്തെ നമ്മുടെ മന്ത്രിയുമായ VN വാസവനെ, അങ്ങനെയുള്ള നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ ആൾക്കാരായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലെല്ലാം സംബന്ധിച്ചത്. ഇത് നമുക്കൊരു നല്ലൊരു എളുപ്പ വഴിയാണ്. പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റുന്നതാണ്. നല്ല രീതിയിലാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നത്. ഇവിടുന്ന് പെട്ടെന്ന് 2-3 പ്ലാറ്റ്ഫോമിലേക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഇതുവഴിയാണ് താഴോട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. അതിനുശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പ്ലാറ്റ്ഫോം നമ്പർ 4-5 ഇവിടുന്ന് ഇറങ്ങുന്നത്. അത് നമ്മുടെ ഫുഡ് ഷെഡിൻ്റെയൊക്കെ ആ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും പെട്ടെന്ന് ഇതുവഴി ഇറങ്ങാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഇവിടുന്ന് അയ്യഭക്തന്മാർക്കായിട്ട് ഇവിടെ ഒരു 3 നില കെട്ടിടങ്ങളുണ്ട്. പിൽഗ്രാം ഷെൽട്ടർ എന്നും പറഞ്ഞ് ക്ലോക്ക് റൂം. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ KSRTC വന്ന് കിടക്കുകയാണ്. അയ്യപ്പന്മാരെല്ലാം അതിലുണ്ട്, നിറഞ്ഞ് നിൽക്കുകയാണ്. തെരുതെരയാണ് KSRTC കോട്ടയത്ത് നിന്ന് പമ്പയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ്. കാരണം ശരണം വിളിയാൽ മുഖരിതമാണ് ഇവിടെ എല്ലാം. നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. ഇതാണ് ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രം.
നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്കൊന്ന് കയറാം. ഇത് 2ാം നിലയാണ്. 2ാം നിലയിൽ അയ്യപ്പന്മാർ കുറച്ച് പേരേ ഉള്ളൂ. ഇനി നമുക്ക് 3ാം നിലയിലോട്ടൊന്ന് കയറാം. ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ്, നല്ല ഭംഗിയാക്കിയാണ് റെയിൽവേ ഇട്ടിരിക്കുന്നത്. ഇത് 3ാം നിലയാണ്. ഇവിടെ അയ്യപ്പന്മാർ കുറച്ച് പേരേ ഉള്ളൂ. അതികഠിനമായ വ്രതങ്ങൾ എടുത്തുകൊണ്ടാണ് അന്യസംസ്ഥാനക്കാർ കൂടുതലും എത്തുന്നത്. അവരുടെ ആചാരങ്ങളും രീതികളും എല്ലാം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. KSRTC തിരുത്തരയാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ മുൻവശത്ത് തന്നെ KSRTCയുടെ കൗണ്ടർ ഉണ്ട്. അതുകൂടാതെ മുൻവശത്ത് തന്നെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറുണ്ട്. ഇത് KSRTCയുടെ കൗണ്ടറാണ്. ബസ്സിലെല്ലാം നല്ല തിരക്കാണ്. ടാക്സി കൗണ്ടറിൻ്റെ എല്ലാം ഫ്രണ്ട് വലിയ ബോർഡിൽ അവിടുത്തെ പോകേണ്ട റേറ്റും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ടാക്സി കൗണ്ടറിലേക്കൊന്ന് ചെല്ലാം. ഇത് റെയിൽവേയുടെ തന്നെ ടാക്സി കൗണ്ടറാണ്. അതുകൂടാതെ മുൻവശത്ത് ടൗണിലെയും മറ്റ് വെളിവണ്ടികളുടെ എല്ലാം കൗണ്ടർ ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്താണ് ഈ കൗണ്ടറിലിരിക്കുന്നത്. രാവിലെ തിരക്കുണ്ടോ? ഇവിടുന്ന് യാത്രക്കാരുടെ എല്ലാം ഡീറ്റെയിലും അവരുടെ ഫോൺ നമ്പര്, പോകുന്ന വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം ഇവിടുന്ന് എഴുതിയെല്ലാം വിശദമായിട്ട് തയ്യാറാക്കിയാണ് വണ്ടി വിടുന്നത്. ഇപ്രാവശ്യം ടാക്സിക്കാർക്കൊന്നും ഇവിടെ പാർക്കിങ്ങിന് ഒന്നും സൗകര്യമില്ല, എല്ലാം വെളിയിലാണ് ഇടുന്നത്. റെയിൽവേ ഇപ്രാവശ്യം അമിതമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കുന്നുണ്ട് ടാക്സി വാഹനങ്ങളിൽ നിന്ന്. അപ്പോൾ അതിനെതിരെ ഇവർ ഇപ്രാവശ്യം പരാതിയൊക്കെ കൊടുത്ത് ഇതുവരെ നടപടിയൊന്നും ആയില്ല. 5 ശബരിമലയെങ്കിലും ഓടിയെങ്കിലാണ് ഈ പൈസ അവർക്ക് മുതലാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭീമമായ തുകയാണ് റെയിൽവേ മേടിക്കുന്നത് ടാക്സി വാഹനങ്ങളിൽ നിന്ന്. അല്ല, ട്രാവലറിന് ആളെ ഇറക്കാനും പറ്റത്തില്ല അല്ലേ? ഇറക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിലയ്ക്കലോട്ട്. ഇന്നോവ എല്ലാം പമ്പേ പോകും അല്ലേ? എല്ലാം ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വിടുക. ഓൺ വണ്ടികൾ കുറച്ച് വണ്ടിക്ക് മാത്രം പാർക്കിംഗ് ആണ്. അവിടെ സൗകര്യം ഉണ്ടോ? ഇപ്പം നല്ല നിലയ്ക്കലോ? ഇതെവിടുത്തുകാരാ? ഇവരെവിടുത്തുകാരാ? ബാംഗ്ലൂർ. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുകളാണ് ഏറ്റവും വൃത്തിഹീനമായിട്ട് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും നീറ്റാണെന്നുള്ളതാണ്. കാരണം ഇവിടെ ഉണ്ട്, ഹോട്ടലിൻ്റെ മുന്നിൽ അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും ഒരു കടലാസ് കഷ്ണം പോലും ഇല്ല. അതുപോലെ നീറ്റാണ് കോട്ടയം. അപ്പം നല്ലൊരു മണ്ഡലകാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതുപ്പള്ളി ടുഡേ ലൈവ്.